നിയമോപദേശത്തിന് ശേഷം SITക്ക് മുന്നിൽ ഹാജരാകാൻ ഒരുങ്ങി നടൻ സിദ്ദിഖ്. ആലുവ കുട്ടമശ്ശേരിയിലെയും കാക്കനാട് പടമുകളിലെയും വീട്ടിൽ സിദ്ദിഖ് എത്തിയില്ല. കുട്ടമശ്ശേരിയിലെ വീട്ടിൽ അടുത്ത ബന്ധുക്കളുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് നീങ്ങിയപ്പോൾ സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ദിഖിൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവരെ SIT ഉദ്യോഗസ്ഥ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം ലഭിച്ചു സുപ്രീം കോടതിയിൽ നിന്ന്. സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണോ? ബന്ധുക്കൾ എന്താണ് പറയുന്നത്? അൽനമ്പ്യാർ, സിദ്ദിഖ് ഇപ്പോഴും ഈ ഒളിവ് ജീവിതം അല്ലെങ്കിൽ ഇത് വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള വിധി സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായ വിധി സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വന്ന് ഇക്കാര്യത്തിൽ അഭിഭാഷകൻ പ്രതികരിച്ചിരിക്കുന്നത് വിധി പഠിച്ചതിന് ശേഷം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനാണ് സിദ്ദിഖ് ഒരുങ്ങുന്നത് എന്ന കാര്യം തന്നെയാണ്. കൊച്ചിയിലോ തിരുവനന്തപുരത്തോ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. അന്വേഷണ സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരിൽ ചിലർ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് സിദ്ദിഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലായിരിക്കും ഹാജരാവുക. പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം ഒരുമിച്ച് നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നിലും ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഹാജരാകും. കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആലുവ കുട്ടമശ്ശേരിയിലുള്ള വീട്ടിലാണ്. ഇവിടെയും സിദ്ദിഖ് ഇതുവരെ എത്തിയിട്ടില്ല. സ്വാഭാവികമായും ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും സിദ്ദിഖിന് അറസ്റ്റ് ഭയക്കാതെ തന്നെ വീട്ടിലേക്ക് തിരികെ വരാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളിവിടെ എത്തുമ്പോൾ ഈ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഗേറ്റ് താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. ബന്ധുക്കളോ ജീവനക്കാരോ ആരും തന്നെ ആ സമയങ്ങളിൽ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. 2 ജീവനക്കാരും ഒപ്പം തന്നെ അടുത്ത ബന്ധുക്കളിൽ ചിലരും ഇവിടെയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഭാര്യയും മകളുമെല്ലാം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ പുറത്തേക്ക് വാഹനത്തിൽ പോകുന്നതും കുറച്ചു മുമ്പ് കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ വീണ്ടും ആളനക്കം ഈ വീട്ടിൽ കാണാൻ കഴിയുന്നു. ജിജീഷ്, സിദ്ദിഖിന് ഇടക്കാല ജാമ്യം ലഭിക്കുന്നത് വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സിദ്ദിഖിന് വേണ്ടി പ്രത്യേക തെരച്ചിലൊന്നും നടത്താതെ പോലീസിൻ്റെ സഹായം പരോക്ഷമായി ലഭിച്ചു എന്ന് പറയുന്നതല്ലേ ശരി? തീർച്ചയായും അത്തരത്തിൽ ഒരു സഹായം അല്ലെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളിൽ കടക്കാൻ കഴിയുമായിരുന്നു. വ്യാപകമായ പരിശോധനകൾ, ഒപ്പം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് ഉള്ള പരിശോധനകൾ, സൈബർ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാം തന്നെ സിദ്ദിഖിന്റെ കൃത്യമായ താമസിക്കുന്ന സ്ഥലമടക്കം കണ്ടെത്താനും അറസ്റ്റ് ഇതിനു മുമ്പായി രേഖപ്പെടുത്താനുമുള്ള സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് സുപ്രീം കോടതി കൂടി പരിഗണനയ്ക്ക് വന്നതിന് ശേഷം മാത്രം തുടർ നീക്കങ്ങൾ എന്ന ഒരു നിലപാടിലേക്ക് പോലീസ് മാറുകയായിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ഘട്ടത്തിൽ മാത്രമാണ് സിദ്ദിഖ് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നത്. അതിനു മുമ്പും എന്നാൽ ഇവിടെ ഇന്റലിജൻസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ പരിശോധനയ്ക്കോ അന്വേഷണങ്ങൾക്കോ എത്തിയിരുന്നില്ല. പിന്നീടാണ് പോലീസ് വ്യാപകമായ പരിശോധനകൾ നടത്തുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വിവിധ ഹോട്ടലുകളിലും സിദ്ദിഖിന്റെ വീടുകളിലും എല്ലാം തന്നെ പരിശോധനയ്ക്ക് എത്തിയത്. ഈ സമയം സിദ്ദിഖ് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുകയും അവിടെ വെച്ച് നിയമവിദഗ്ധരുമായി അടക്കം കൂടിക്കാഴ്ചകൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. സിദ്ദിഖ് ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. നിയമോപദേശത്തിന് ശേഷം SITക്ക് മുന്നിൽ ഹാജരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.